മാളു ഓറഞ്ച് തിന്നോ. അതെനിക്ക് ഏടാക്കണ്ട അപ്പൂ. നേരെ ഇരുട്ടിയല്ലോ. മാളു എന്താ ചിറ്റടത്തേക്ക് പോവാത്തെ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെക്കന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. ചെക്കനോ? ചെക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പൂട്ടൻ തന്നെയാ. മാളു ഇനി ഇവിടെ താമസിക്കുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതല് അപ്പൂട്ടന്റെ പുറത്തുള്ള ചുറ്റനും കളി ഒക്കെ നിർത്തണം. എന്നിട്ട് മാളുവിന്റെ എല്ലാ കാര്യവും നോക്കണം. ഭക്ഷണവും വസ്ത്രവും ഒക്കെ. അപ്പൂട്ടനും മാളും, മാളൂര് അപ്പൂട്ടനും. മാളുവിന്റെ എല്ലാ കാര്യവും നോക്കണം. മാളു കുടിച്ചോ. എനിക്ക് വേണ്ട. ബാസിമാവൻ പറഞ്ഞല്ലോ ഇന്നു മുതൽ മാളുവിന് കഴിക്കാനെല്ലാം തരേണ്ടത് ഞാനാണെന്ന്. കുടിച്ചോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നാ ഞാൻ കുടിക്കാം. എനിക്ക് ഉറക്കം വരണം. മാളു കിടന്നോ. ഇവിടുന്ന് എമർജൻസി ലാമ്പ് അവിടെ. അത് അപ്പു തന്നെ കേടാക്കി. ഞാൻ അതങ്ങടുത്ത് മാറ്റി വെച്ചു. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ. ആ സാരമില്ല. ഈ വിളക്കിവിടെ വെച്ചേക്കാം. മോള് പേടിച്ചോ? കറണ്ട് പോയതുകൊണ്ടല്ലേ അപ്പു ബഹളം ഉണ്ടാക്കിയത്. കഥ കഴിച്ച് കിടന്നുള്ളൂ. ഇനി ഒന്നും ഉണ്ടാവില്ല. ഒന്നിങ്ങോട്ട് വന്നേ. അതെ, മാളു ആകെ ഭയന്നിരിക്കുക. സന്ധ്യയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു. അപ്പുവിന്റെ സ്വഭാവവുമായി ഒന്ന് പരിചയിച്ചു വരണവരെ അവള് താഴെ ഒന്ന് കിടന്നോട്ടെ. അതിനവരൊന്നിച്ച് കഴിയല്ലേ വേണ്ടത്. അത് ഞാൻ അവളെ കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ പോയി കിടന്നോളൂ. മോള് പേടിച്ചോ? ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ.
ഓ കണ്ടില്ല. ശങ്കുണ്ണി ഓ കണ്ടു. നിക്കാൻ. എന്താ? അപ്പു അല്ല, അച്ഛൻ ഉണ്ടോന്ന് നോക്കിയതാ. രാവിലെ നിന്റെ അച്ഛൻ എവിടെ പോയി? അച്ഛൻ വീട്ടിൽ മൂടിപ്പോയി ചേർന്ന് ഉറങ്ങാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞ ചെക്കനാ. ഇനി അവനെയും കൂട്ടിയുള്ള കറക്കമൊക്കെ നിർത്തിയേക്കാം. അവനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കിയ പിന്നെ നിന്നെ ഈ പടി ഞാൻ കേട്ടില്ല. അപ്പുന്റെ അമ്മ, സത്യം പറഞ്ഞാൽ മഹാഭാരതത്തിലെ ചില കഥകളും കഥാപാത്രങ്ങളും ലേശ സംസ്കൃത ശ്ലോകവും അല്പം കൊട്ടും അല്ലാണ്ട് ശങ്കുണ്ണി ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഇതുവരെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, ഇങ്ങോട്ട് പറയേയില്ല. വയ്ക്കോ വയ്ക്കോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. മാറ്റമുണ്ട് മാളൂന് മാറ്റമുണ്ട്. നാണിക്കണ്ട. ശങ്കുന്റെ അടുത്ത് ഒരു താണവുമുണ്ടാ. എഴുന്നേക്കൂ. എന്തിന്? എന്തിനാണോ? രണ്ടുപേരും കൂടി കുളിച്ച് ശുദ്ധായിട്ട് അമ്പലത്തിലേക്ക് പോന്നോളൂ. അതാണല്ലോ പതിവ് ചിട്ട. ചിട്ട തെറ്റിയോ? അപ്പൊ നല്ല ഉറക്കത്തിലാവൂല്ലേ? ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ? മധുവിധ പുലർച്ചെ ഇങ്ങനെ ദേഷ്യം വരെ ന്യായമില്ലല്ലോ. അത് ചോദിച്ചിട്ട് എന്നെ കാര്യം? അപ്പോട്ടെ കുളിക്കേ പൊലകുളിയാവും.